അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ലൊരു പരിപ്പ് വടയായിട്ടാണ് വന്നത്. പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് കടല കുതിർത്തി നന്നായി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ഒരു വലിപ്പത്തിലുള്ള സവോള അതിൻ്റെ പകുതിയാണ് എടുത്തത്. ഒന്ന് കട്ട് ചെയ്തൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ കുതിർത്തി വെച്ച കടല ഒന്ന് മിക്സിയിലേക്ക് ഒന്ന് അടിച്ചെടുക്കാം. അധികം പൊടിഞ്ഞു പോകാത്ത രീതിയിലായിരിക്കണം നമ്മളിത് അടിച്ചെടുക്കേണ്ടത്. ഒരു കടല നമ്മളെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. ഇത് എനിക്ക് റേഷൻ പീടികയിൽ നിന്ന് ഗിഫ്റ്റായി കിട്ടിയ കടലയാണ് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്കിത് പൊടിച്ചെടുക്കേണ്ടത്. നമുക്കൊരു പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഇതുപോലെ വീട്ടിൽ കടലയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഞാൻ 1 കപ്പ് കടലയാട്ടോ എടുത്തത്. അപ്പോൾ ഇത് മുഴുവനും ഞാനിതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതൊരു കുറച്ച് വലിപ്പത്തിലുള്ള പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അല്ല, ഞാൻ ആദ്യം തന്നെ നന്നായിട്ട് തുടച്ചെടുത്തതാട്ടോ. ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തതാണ്. അപ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിലായിരിക്കണം നമുക്ക് മിക്സിയിൽ ഇത് പൊടിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ ആട്ടപ്പൊടിയും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. കടലപ്പൊടി കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ മൈദപ്പൊടി വേണമെങ്കിൽ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കുറച്ചും കൂടി ഒരു ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക്. ഇനി ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ചൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ തന്നെ നമ്മളെ കടലയിലുണ്ട്. അപ്പം പൊടികളൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ പരിപ്പ് വടയുടെ സൈസിൽ ഇതൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവനും പരത്തിയെടുക്കാം. അപ്പോൾ ഇത് മുഴുവനും ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായതിന് ശേഷം ഇതുപോലെ നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കുക. കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ഭാഗം വെന്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ആകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.